നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, ഒരാൾക്ക് പാമ്പ് കടി ഏറ്റാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ആളെ ടെൻഷൻ ആക്കരുത്. ടെൻഷൻ ആക്കിയാൽ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും. അപ്പോൾ വിഷം വേഗം സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരാൾക്ക് പാമ്പ് കടി ഏറ്റാൽ ആ പാമ്പിനെ ജീവനോടെയോ കൊന്നിട്ടോ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? കൊന്നിട്ട് കൊണ്ടുപോയിട്ട് പാമ്പ് കടിച്ചു പോയി പറഞ്ഞാൽ പാമ്പിനെ നമ്മൾ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ല. കഴിയുമെങ്കിൽ ആ പാമ്പിന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുക. ഒരു കാരണവശാലും പാമ്പ് കടിച്ച ആളെ നടത്തിപ്പിക്കരുത്. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഒക്കെ കൂടുതലായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ വേഗം വിഷം ഹാർട്ടിലോട്ട് എത്തും. അങ്ങനെ എല്ലാ അവയവങ്ങളിലോട്ടും എത്താനുള്ള സാധ്യതയുണ്ട്. പാമ്പ് കടി ഏറ്റ ഒരാളുടെ മുറിവ് കത്തി കൊണ്ട് കീറുക, വിഷം വലിച്ചെടുക്കുക, അതൊക്കെ ചെയ്യാവോ? ഒരു കാരണവശാലും പാമ്പ് കടിച്ച സ്ഥലത്ത് കത്തി വെച്ച് കീറുക, അതുപോലെ തന്നെ വിഷം വായ കൊണ്ട് വലിച്ചെടുക്കുക, അതൊന്നും ചെയ്യരുത്. എന്തുകൊണ്ടാണെന്നറിയോ, നമ്മളെ ഒരു പാമ്പ് കടിക്കുന്ന സമയത്ത് ആ വിഷം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ രക്തക്കുഴലിലോട്ടാ പോവുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ഉള്ളിലുള്ള ഒരു രക്തക്കുഴൽ കീറാൻ പറ്റില്ല. നമ്മൾ പുറമേയുള്ള ഏതെങ്കിലും ചെറിയ രക്തക്കുഴലായിരിക്കും കീറുക. അതുകൊണ്ട് വിഷം പുറത്തോട്ട് വരില്ല. ഒരു കാരണവശാലും ഇത്തരത്തിൽ ടൈറ്റായി കെട്ടരുത്. ഇങ്ങനെ കെട്ടിയ എന്താ ഉണ്ടാവുക വെച്ചാൽ അതിന് താഴ്ഭാഗത്തോട്ട് രക്തോട്ടം കുറയും. അങ്ങനെ ആ ഭാഗത്തെ കോശങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു തുണി കൊണ്ട് ലൂസായി ആ മുറി കവർ ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിൽ കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു വടിയോ വെച്ച് ഒരു സ്പ്ലിന്റിന്റെ രൂപത്തിലാക്കി വീണ്ടും അതിന് ചുറ്റും താഴ്ഭാഗം വരെ കെട്ടിക്കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഒരു പാമ്പ് കടിക്കുകയാണ്. ആ സമയത്ത് ആ കൈ തൂക്കിയിടണോ പൊക്കി വെക്കണോ? പാമ്പ് കടിയേറ്റ മുറി ഒരു കാരണവശാലും പൊക്കി വെക്കരുത്. ഇതെന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ആ വിഷം പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പാമ്പ് കടിയേറ്റ ആളുടെ കയ്യിൽ വളയോ മോതിരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ഊരിയെടുക്കുക. കാരണം ചില പാമ്പുകൾ കടിച്ചാൽ നീര് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കത് ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. മുറിവിൽ ഐസ് കട്ട വെക്കാവോ? സാധാരണ എല്ലാ മുറിവുകളും നമ്മൾ ഐസും കട്ട വെക്കും. പാമ്പ് കടിച്ച മുറിവിൽ ഒരു കാരണവശാലും നമ്മൾ ഐസ് കട്ട വെക്കരുത്. കോശങ്ങൾ കൂടുതൽ നശിച്ചു പോവാനുള്ള സാധ്യതയുണ്ട്. പാമ്പ് കടിയേറ്റ ഒരാളെ പച്ചമരുന്ന് ചികിത്സക്ക് കൊണ്ടുപോവോ? ഒരു കാരണവശാലും അത്തരത്തിലുള്ള ചികിത്സക്ക് കൊണ്ടുപോകരുത്. കാരണം അത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല. പാമ്പ് കടിയേറ്റ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രോഗീനെ അടുത്തുള്ള ആൻറ്റി സ്നേക്ക് വിനം ഉള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. ആൻറ്റി സ്നേക്ക് വിനം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ വിഷത്തിന് എതിരായിട്ടുള്ള മരുന്ന്. ഈ മരുന്നുള്ള ഹോസ്പിറ്റലിലോട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ. നമ്മുടെ അടുത്ത് ആൻറ്റി സ്നേക്ക് വിനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയാൻ, അതുപോലെ നമ്മളെ കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയാൻ, നമ്മുടെ അടുത്തുള്ള പാമ്പ് റെസ്ക്യൂവർ ആരാണെന്ന് അറിയാൻ ഈ ഒരു സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്പ് കിട്ടും. ഈ ആപ്പ് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഡൗൺലോഡ്